ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് അടിസ്ഥാന പാഠാവലി എക്സാമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. വെറും സദ്യയുണ്ണൽ മാത്രമല്ല ഓണം, ഓണാഘോഷമാണ് പ്രധാനം. എന്താകാം ഈ പ്രസ്താവന കൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്പോൾ എന്താണ് വെറും സദ്യയുണ്ണൽ മാത്രമല്ല ഓണം, അതെന്താണ്? അതിലത്തെ ഓണത്തിൻ്റെ ആഘോഷമാണ് പ്രധാനം എന്ന് പറയുകയാണ്. അപ്പോൾ ഈ പ്രസ്താവനയോട് അർത്ഥമാക്കുന്നത് എന്താണ്? നമുക്ക് നോക്കി നോക്കാം. അത്തം മുതൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ഓണം. അപ്പോൾ ഓണം എന്ന് പറയുന്നത് എന്താ? ഒരു ദിവസത്തിൻ്റെ ആഘോഷമല്ല, അത്തം മുതൽ 10 ദിവസം വരെ നിൽക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. സദ്യയുണ്ണൽ ആ ആഘോഷത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ സദ്യ ഉണ്ണുക എന്ന് പറഞ്ഞാൽ ആ 10 ദിവസത്തിൻ്റെ പരിപാടിയിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് എന്ത്? സദ്യ ഉണ്ണുക എന്ന് പറയുന്നത്. ഓണക്കോടിയും പൂക്കളമൊരുക്കലും തുമ്പിത്തുള്ളലും തിരുവാതിരക്കളിയും കിളിത്തട്ടുമൊക്കെയായി കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഉൾപ്പെട്ട കൂട്ടായ്മയുടെ ആഘോഷമാണ് ഓണം. വീട്ടുകാർക്ക് മാത്രമല്ല, അവിടുത്തെ വേലക്കാർക്കും ആശ്രിതർക്കുമെല്ലാം സന്തോഷത്തിൻ്റെ നാളുകളാണ് ഓണം. അപ്പോൾ ഓണം എന്താ? സദ്യയുണ്ണൽ മാത്രമല്ല, ഒരുപാട് വേറെ കാര്യങ്ങൾ, ഓണക്കോടിയും അതുപോലെ തന്നെ പൂക്കളം ഒരുക്കലും അങ്ങനെ തിരുവാതിരക്കളിയും അങ്ങനെ ഒരുപാട് കളികളുണ്ട് ഓണത്തിന്. അപ്പോൾ ഈ ഓണം എന്ന് പറയുന്നത് എന്താ? വീട്ടുകാർക്ക് മാത്രമുള്ളതല്ല, മറിച്ച് എന്താണ്? ആ ദേശത്തിൽ തന്നെ എല്ലാവർക്കുമുള്ള, ആശ്രിതർക്കും എല്ലാവർക്കും ഉള്ള എന്താണ്? ആഘോഷമാണ് എന്ത്? ഓണം. അതുകൊണ്ട് തന്നെ ഓണം എന്ന് പറഞ്ഞാൽ എന്താ? സദ്യയുണ്ണൽ മാത്രമല്ല, എന്താണ്? ഓണത്തിൻ്റെ ആഘോഷങ്ങളാണ് പ്രാധാന്യം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. ബാലഗംഗാധര തിലകിൻ്റെ ഈ വാക്യങ്ങളുടെ പ്രസക്തി എന്താണ്? ചർച്ച ചെയ്യുക. അപ്പോൾ സ്വാതന്ത്ര്യം എന്താ? എൻ്റെ ജന്മാവകാശമാണെന്ന് ബാലഗംഗാധര തിലക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രസക്തി എന്താണ്? നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന വരികളാണിവ. അപ്പോൾ സ്വാതന്ത്ര്യം എന്തുമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്ന വരികളാണിവ. പ്രായത്തിനോ ആയുധങ്ങൾക്കോ അഗ്നിക്കോ തൻ്റെ ഉള്ളിലെ സ്വാതന്ത്ര്യമോഹം ഇല്ലാതാക്കാനാകില്ല എന്ന് അദ്ദേഹം പറയുന്നു. സ്വാതന്ത്ര്യം തൻ്റെ ജന്മാവകാശമാണ് എന്നുറക്കെ പറയുന്നതിലൂടെ ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ല സ്വാതന്ത്ര്യം എന്നും അത് ഓരോ ഇന്ത്യക്കാരെയും അവകാശമാണെന്നും അടിവരയിട്ട് പറയുകയാണ് അദ്ദേഹം. അപ്പോൾ എന്താണ്? ഇംഗ്ലീഷുകാർ നമുക്ക് തരുന്ന ഔദാര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും എന്താണ്? ജന്മാവകാശമാണ് സ്വാതന്ത്ര്യം എന്നാണ് ആര് പറയുന്നത്? തിലക് പറയുന്നത്. ഓക്കെ, ഇനി എന്താ? ജനങ്ങളിൽ സ്വാതന്ത്ര്യബോധം ഉണർത്താനും അതിനുവേണ്ടി പോരാടാനും പ്രാപ്തരാക്കാൻ തക്ക ശക്തിയുള്ളതായിരുന്നു ഈ വാക്കുകൾ. അപ്പോൾ എന്താണ്? ഈ വാക്കുകളിൽ തന്നെ ജനങ്ങളിലെ ഉള്ളിലെ ആ അഗ്നി പുറത്തു കൊണ്ടുവരാനും തൻ്റെ ഓരോരുത്തരെയും അവകാശമാണ്, അല്ലാണ്ട് ബ്രിട്ടീഷുകാരോട് നമുക്ക് തരുന്ന ഔദാര്യമല്ല എന്ന് എല്ലാ ജനങ്ങളിലേക്കും എത്തുകയും ചെയ്തിരുന്നു. ഓക്കെ, ഇനി അടുത്തതൊരു അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ചോദ്യം നോക്കാം. ഭർത്താവ് നഷ്ടപ്പെട്ടതിൻ്റെ കൊടിയ ദുഃഖത്തിലും നിരാശയിലുമാണെങ്കിലും വീട്ടിലെത്തിയ അപരിചിതൻ അഭയം നൽകുന്ന സ്ത്രീ മനുഷ്യനന്മയുടെ ഉത്തമ മാതൃകയാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എന്താണ്? കൂട്ടുകാരുടെ അഭിപ്രായക്കുറിപ്പ് വേണം തയ്യാറാക്കാനായിട്ട്. അപ്പോൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാരണങ്ങൾ എഴുതുക, ഇല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എഴുതുക. ഓക്കെ,
അപ്പോൾ നമുക്ക് നോക്കാം. ഭർത്താവ് നഷ്ടപ്പെട്ടതിൻ്റെ കൊടിയ ദുഃഖത്തിലും നിരാശയിലുമാണെങ്കിലും വീട്ടിലെത്തിയ അപരിചിതന് അഭയം നൽകിയ സ്ത്രീ മനുഷ്യനന്മയുടെ ഉത്തമ മാതൃകയാണ്. അപ്പോൾ എന്താണ്, ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് ആ വിഷമത്തിലും ദുഃഖത്തിലും ഒക്കെ ഇരിക്കുകയാണ്. എന്നാലും എന്താ, വീട്ടിലെത്തിയ അപരിചിതനായ ഒരാൾക്ക് എന്താണ്, അഭയം നൽകി മനുഷ്യ നന്മയുടെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് ഈ സ്ത്രീ മാറുകയാണ്. ഓക്കെ. ഗോവർദ്ധൻ അവർ അഭയം നൽകി എന്നത് ഇതിന് ഉദാഹരണമാണ്. ആദ്യം ഭയന്നുവെങ്കിലും അവൾ അയാൾക്ക് കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണവും നൽകി. അപ്പോൾ ആദ്യം ഇവരെ കണ്ടപ്പോൾ ഈ സ്ത്രീ കുറച്ച് ഭയന്നെങ്കിലും പിന്നീട് എന്താണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ ഈ സ്ത്രീ കൊടുത്തു. ഓക്കെ. ഇനി എന്താ, ഭർത്താവ് നഷ്ടപ്പെട്ട സങ്കടത്തിലും അഭയാർത്ഥിയായി വന്ന ഗോവർദ്ധനെ അവർ സംരക്ഷിക്കുന്നു. അപ്പോൾ എന്താണ്, ഭർത്താവ് മരിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരു അഭയം തേടി വന്ന ഒരാളെ എന്താണ്, സംരക്ഷിക്കുകയാണ് ഈ സ്ത്രീ ചെയ്യുന്നത്. കൊടിയ ദുരിതങ്ങൾക്കിടയിലും നന്മയുടെ കണിക അവളുടെ ഉള്ളിൽ കെടാതെ എരിയുന്നുണ്ട് എന്ന് നമുക്ക് ഈ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് പറയുന്നത്, ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ആ സ്ത്രീക്കുണ്ട്. അതൊക്കെ ആ സ്ത്രീക്ക് ഉണ്ടെങ്കിലും എന്താണ്, അതിൻ്റെ എല്ലാം ഇടയിലും ഒരു നന്മ കെടാതെ ആ സ്ത്രീയുടെ മനസ്സിലുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി അടുത്തതാണ് വാക്യഭംഗി. അപ്പോൾ നമുക്ക് നോക്കാം. രാത്രിയുടെ നേരിയ തണുപ്പ് ആ നിരപരാധികളുടെ ദുരിതങ്ങൾക്കു മീതെ കൂടി അവരെ തണുപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ട് ഇഴഞ്ഞു. അവശേഷിച്ച വിരലുകളിൽ ജീവിതം ഒതുക്കി ഗ്രാമം മുന്നോട്ടു പോയി. ഈ വാക്യങ്ങളെ ആകർഷമാകുന്ന ഘടകങ്ങൾ എന്തെല്ലാം ചർച്ച ചെയ്യൂ. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ഇതൊക്കെ കൂട്ടുകാർ മാർക്കിനനുസരിച്ചിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ കുറച്ച് മാർക്കിനാണെങ്കിൽ കുറച്ച് എഴുതിയാൽ മതി, അപ്പോൾ കുറേ മാർക്കിനാണെങ്കിൽ അതിനനുസരിച്ച് എഴുതണം. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രാമവാസികൾ നേരിടേണ്ടി വരുന്നത് കൊടിയ പീഡനങ്ങളായിരുന്നു. നിരപരാധികളായ ജനങ്ങളുടെ ദുരിതങ്ങളും വേദനകളും മനസ്സിലാക്കിയിട്ടെന്ന പോലെ അവരുടെ സങ്കടങ്ങളെ തണുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇഴഞ്ഞു നടക്കുകയായിരുന്നു രാത്രിയുടെ ആ നേരിയ തണുപ്പ്. അപ്പോൾ എന്താണ്, ഗ്രാമവാസികൾ ഒരുപാട് പീഡനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദുരിതങ്ങൾ കൊണ്ട് ചൂട് പിടിപ്പിച്ച ഗ്രാമവാസികളുടെ ജീവിതത്തിൽ അല്പമെങ്കിലും ആശ്വാസമേകാൻ രാത്രിയുടെ തണുപ്പിന് കഴിഞ്ഞിട്ടുണ്ടാകാം എന്ന് നമുക്ക് പ്രയോഗത്തിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഈ തണുപ്പിന് അവരുടെ ആ ബുദ്ധിമുട്ടുകൾ കുറച്ച് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഈ പ്രയോഗത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ ചൂഷണങ്ങളിൽ നിന്നും കൊടിയ പീഡനങ്ങളിൽ നിന്നും രക്ഷ നേടാനാണ് ഗ്രാമത്തിലെ നെയ്ത്തുകാർ തള്ളവിരലുകൾ മുറിച്ച് കളഞ്ഞത്. അപ്പോൾ ആ കമ്പനിക്കാർ ഒരുപാട് ചൂഷണങ്ങൾ ചെയ്യുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു രക്ഷ നേടാനാണ് അവരെന്ത് ചെയ്തത്, അവരുടെ തള്ളവിരൽ മുറിച്ച് കളഞ്ഞത്. തള്ളവിരൽ നഷ്ടപ്പെട്ട ജനങ്ങൾ നെയ്ത്ത് ജോലി ഉപേക്ഷിച്ച് മറ്റ് ജോലികൾ ചെയ്യേണ്ടി വന്നു. അപ്പോൾ തള്ളവിരലില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് നെയ്ത്ത് ജോലികളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവർ വേറെ ജോലി ചെയ്യാനായിട്ട് വന്നു. അവശേഷിച്ച വിരലുകൾ ജീവിതം ഒതുക്കി ഗ്രാമം മുന്നോട്ട് പോയി എന്ന വാക്യത്തിലൂടെ കമ്പനിയുടെ നിരന്തരമായ പീഡനം കാരണം സ്വന്തം തൊഴിലായ നെയ്ത്ത് ഉപേക്ഷിച്ച് ദുരിതങ്ങൾ ഏറ്റുവാങ്ങി ജീവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം ജനങ്ങളെ നമുക്ക് കാണാം. കാര്യങ്ങൾ വിശദീകരിച്ചു പറയുന്നതിന് പകരം ഇത്തരം പ്രയോഗത്തിലൂടെ ചുരുക്കി പറയുമ്പോൾ അവ നമ്മുടെ മനസ്സിൽ കൂടുതൽ ആഴത്തിൽ പതിയുന്നു.
അപ്പോൾ എന്താണ് അവരുടെ ജോലി എന്ന് പറയുന്നത് നെയ്ത്താണ്. പക്ഷേ ഈ കമ്പനിക്കാർ അതിന് സമ്മതിച്ചില്ല. അവരെ പീഡിപ്പിക്കുകയും നിരന്തരമായി പ്രയാസപ്പെടുത്തുക ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരവരുടെ തള്ളവിരൽ മുറിച്ച് പ്രതിഷേധിച്ച് എന്നിട്ട് അവരെന്ത് ചെയ്തു? വേറെ ജോലികളിൽ ഏർപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതിലൂടെ ഈ കമ്പനിക്കാർ ഇവരെ പ്രയാസപ്പെടുത്തിയത് എത്രമാത്രമാണെന്നൊക്കെ നമുക്ക് ഈ പ്രയോഗ ഭംഗിയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.